നമസ്കാരം. ഞാൻ അമ്പിളി. എനിക്ക് സംവദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുമായി സംവദിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയും ഒക്കെ നമ്മൾ കാണുന്ന 4 വ്യക്തികളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്ന ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സ്ത്രീ. അവരവരുടെ മകളുടെ ചികിത്സാ ശേഷം അവളുടെ പഠിത്തം കഴിഞ്ഞ് ജീവിതം എങ്ങനെയെങ്കിലും തകരപ്പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് കഠിനമായി അധ്വാനിച്ച് ജീവിതം നയിച്ചിരുന്ന സ്ത്രീയെ അകാലത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ചില അധികാരിയുടെ അനാസ്ഥ മൂലം. എന്താ കാര്യം എന്ന് നമുക്കറിയില്ല. എന്തായാലും അത് അനാസ്ഥയാണെന്നുള്ള കാര്യം. കാരണം അങ്ങനെ ഒരു കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആരും കടക്കരുതെന്ന ഒരു ഡേഞ്ചർ ബോർഡ് വെക്കാമായിരുന്നു. അല്ലെങ്കിൽ അവിടേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് വിലക്കാമായിരുന്നു, അങ്ങോട്ട് ആരും കടക്കാത്ത രീതിയിൽ. ഇതൊന്നും ചെയ്യാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട മാനേജ്മെന്റിന് തന്നെയാണ് അതിന്റെ കുറ്റം. എന്തൊക്കെ വന്നാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ വീട്ടിലെ ഒക്കെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. അവർക്ക് ആവശ്യമായ ധനസഹായവും മറ്റു കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന 28 വയസ്സുള്ള പെൺകുട്ടിയെ കുറിച്ചാണ്. സ്വന്തം അമ്മ 4 വയസ്സുള്ള കുഞ്ഞിനെ ആറ്റിൽ എറിഞ്ഞു കൊന്ന നാടാണ് നമ്മുടെ. അതുകൊണ്ട് ഇതൊക്കെ എന്ത് എന്ന് ആണ് നമ്മുടെയൊക്കെ ചിന്ത, അല്ലെ? സത്യത്തിൽ 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്റെ മാതാപിതാക്കൾ കൊന്നു എന്ന് പറയുമ്പോൾ അവര് ഒരുപക്ഷെ അതുപോലെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ആ പെണ്ണിനെ കൊണ്ട്, ആ പെൺകുട്ടിയെ കൊണ്ട്. ആ പെൺകുട്ടി ഒരുപക്ഷെ അതുപോലെ അനുഭവിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഇതിനെക്കുറിച്ചൊന്നും സത്യാവസ്ഥ നമുക്കറിയില്ല. എന്നിരുന്നാലും എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ ജോലി വാങ്ങി സ്വയം പര്യാപ്തരാകുക. അതിനുശേഷം മാത്രം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ചെല്ലുന്ന വീട് നമുക്ക് സ്വർഗമായിരിക്കും എന്നൊന്നും ഒരിക്കലും പറയാൻ സാധിക്കില്ല. പല സാഹചര്യത്തിൽ ചെല്ലുന്നവരായിരിക്കും. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, 2 കൈയും നീട്ടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വീട്ടുകാർ നിങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് പോകാം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പേയിങ് ഗസ്റ്റ് ആയിട്ടോ ഹോസ്റ്റലിലോ എവിടെ വേണമെങ്കിലും താമസിക്കാം. പക്ഷെ അതിന് നിങ്ങൾക്ക് വേണ്ടത് സ്വയം പര്യാപ്തതയും സ്വന്തമായിട്ടുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യവുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പണം ചെലവഴിക്കാനുള്ള സാമ്പത്തികം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അതിന് തക്കതായ ഒരു ജോലി നിങ്ങൾ നേടിയെടുത്താൽ നിങ്ങൾക്ക് ഇതൊന്നും ഒരു കാര്യമേ അല്ല. നിങ്ങൾക്ക് സ്വന്തമായി സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ആ വീട്ടിലെ അവരുടെ കടമയും കർത്തവ്യവുമാണ് അവരെ കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്നുള്ളത്. അതിന് അവരെ ക്രൂശിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പക്ഷെ അതിനുള്ള സാമ്പത്തികമായ ഭദ്രത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്നെ കെട്ടിച്ചു വിട്ടതിൻ്റെ പേരിൽ വീട്ടുകാരെ ക്രൂശിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഭർത്താവിനെ ക്രൂശിക്കുകയല്ല വേണ്ടത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നമുക്ക് വലിച്ചെറിയാനും ഒക്കെയുള്ള നമുക്കത് വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത് ആ 2 അനൂപ് മാഷ് എന്ന് പറയുന്ന സാറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 2 കുഞ്ഞുങ്ങളുടെ മുഖം നോക്കി എങ്ങനെ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 9ാം ക്ലാസ്സുകാരിക്ക് 9ാം ക്ലാസ്സിലുകാരിക്ക്, അതായത് 9ാം ക്ലാസ്സുകാരി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ആ ഒരു കുട്ടിയുടെ മനക്കരുത്ത് പോലും ഈ മാഷിന് ഇല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിനകത്ത് കുറ്റവാളി എന്ന് പറയുന്ന 2 വീട്ടുകാരുമാണ്. 2 അമ്മമാരും കുറ്റവാളികളാണ്. സത്യത്തിൽ ഒരു ഒറ്റപ്പുത്രനും ഒറ്റപുത്രിയുമാണ് ആ അനൂപ് മാഷും അദ്ദേഹത്തിന്റെ ഭാര്യയും. അവരെ സംബന്ധിച്ച് 2 പേർക്കും ഇവരെ വേണം. അതാണ് അവിടുത്തെ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കുള്ള കാരണം എന്താണെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം എന്തെന്നാൽ, നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ സ്വതന്ത്രമായിട്ട് വിടുക. അവർ എവിടെയെങ്കിലും വാടകയ്ക്കോ അല്ലെങ്കിൽ വേറെ വീടെടുത്തോ അല്ലെങ്കിൽ വീട് നേരത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ വേറെ വീട് വെച്ചോ ഒക്കെ മാറി താമസിക്കട്ടെ. അവരവരുടെ ജീവിതം ആസ്വദിക്കട്ടെ. നമുക്ക് അത്യാവശ്യം നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ എക്കാലവും നമ്മളെ അവർ നോക്കിക്കോളും, നമ്മളവരുടെ കൂടെ നിൽക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരു കാരണവശാലും ശരിയല്ല. അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർ ജീവിക്കട്ടെ. കല്യാണത്തിന് മുമ്പേ ഒരു വീട് വെച്ച് കല്യാണം കഴിച്ച് വീട് വെച്ച് അങ്ങോട്ട് മാറുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനിടയ്ക്ക് ഒരു പേരൻസും ചെല്ലാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. അവരവരുടെ ജീവിതം പര്യാപ്തമാക്കട്ടെ. കാരണം എന്തെന്നാൽ മിക്കവർക്കും കുട്ടികൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ സാഹചര്യം പൊരുത്തപ്പെടാൻ പറ്റായിക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകുന്നത് വരെയെങ്കിലും അവരെ സ്വന്തമായിട്ട് എവിടെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കുക. അതിനിടയ്ക്ക് ഒരു കാരണവശാലും പേരൻസ് ചെയ്യുന്ന അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. നമുക്ക് അത്യാവശ്യം സന്തോഷത്തോടെ ജീവിക്കാൻ അത് തന്നെ ധാരാളം മതി. ഇനിയും എനിക്ക് പറയാൻ, നിർഭാഗ്യവശാൽ ഈ 3 പേരും നമ്മുടെ കൂടെയില്ല. ഇനി ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രിയെ കുറിച്ചാണ്. സത്യത്തിൽ ഈ ആരോഗ്യമന്ത്രിയുടെ ഒക്കെ മാനസികാവസ്ഥ നമുക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കോട്ടയം വരെയായി, അല്ലേ? തിരുവനന്തപുരത്തെ പ്രശ്നം ആവശ്യമായ നമ്മുടെ സർജറി ചെയ്യാനുള്ള സാധനങ്ങളില്ല എന്നുള്ള പ്രശ്നം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന, അതൊന്ന് അടങ്ങുന്നതിന് മുമ്പേ
ആണ് ഈ പ്രശ്നമുണ്ടായത്. ഇതൊന്നും ഒരു ചെറിയ പ്രശ്നമല്ല. നമ്മുടെ വീട്ടിലെ ചെറിയ ഇതുപോലെ ചായക്കോപ്പ പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും തീർക്കാവുന്ന പോലെ ഒരു പ്രശ്നങ്ങളല്ല ഇത്. സത്യം പറഞ്ഞാൽ അവരനുഭവിക്കുന്ന മാനസിക വ്യഥ എന്താന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ആദ്യം ഞാനവരാണെങ്കിൽ ആദ്യം ഞാനായിരുന്നു അതിനെ ആത്മഹത്യ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചെയ്യണം എന്നല്ല ചിന്തിക്കുന്നത്. കാരണം അത്രയ്ക്ക് പ്രഷർ അവർക്ക് ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഈ 3 മനുഷ്യരുടെയും ജീവൻ പൊലിഞ്ഞു എന്നുള്ള സത്യമാണ്. പക്ഷെ അവരുടെ ജീവൻ പൊലിഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ മാനസിക വ്യഥ അനുഭവിക്കുന്ന ആളെന്ന രീതിയിൽ ആരോഗ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് ജീവപര്യന്തം പോലെ ഞാനത് എഴുതിയിരുന്നത്. അല്ലാതെ പുള്ളിക്കാരിക്ക് ജീവപര്യന്തം കൊടുക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ആരും അത് വ്യാഖ്യാനിക്കരുത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കാരണം ഒരു ജീവപര്യന്തം ഒരാൾ തടവ് കിടക്കുക എന്ന് പറയുമ്പോൾ ഒരു കുറ്റവാളി അയാൾ ചെയ്ത കുറ്റത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ജീവിക്കുന്ന കാലത്തെയാണ് ജീവപര്യന്തം പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ആരോഗ്യമന്ത്രി അറിഞ്ഞ് ചെയ്ത കാര്യമല്ല, അറിയാതെ പറ്റിയ തെറ്റുകളാണ് ഇതൊക്കെ. ഓരോ ഹോസ്പിറ്റലുകളും ഇതുപോലെ അതിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് നൽകുകയൊക്കെ വേണ്ടതാണ്. അങ്ങനെയൊക്കെ അറിയാതെ പറ്റിപ്പോയ തെറ്റാണ്. പക്ഷെ കുറ്റങ്ങൾ മുഴുവന് ഇപ്പം നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ മനോവ്യഥ ഇപ്പം അനുഭവിക്കുന്ന സ്ത്രീ എന്ന നിലയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സഹതാപമുണ്ട്. പക്ഷെ എന്നിരുന്നാലും തെറ്റുകൾ ഇനിയും സംഭവിക്കാതിരിക്കട്ടെ. ഇതുപോലെയുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും കുറയാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും കൂടെ എല്ലാവരെയും ബോധവൽക്കരിക്കുന്നത് നന്നായിരിക്കും. ഇതിനൊക്കെ അവസാനമായി നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ചെക്കപ്പുകൾക്കും ഒക്കെ ആയിട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.